നമസ്കാരം. ഇന്ന് തൃശൂർ കുന്നംകുളത്ത് നടന്ന എൻഡിഎയുടെ പൊതുസമ്മേളനത്തിൽ വെച്ച് നിരവധി കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവയ്ക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് അദ്ദേഹം യുപിയിലെ സ്വന്തം സീറ്റിൽ മത്സരിക്കാതെ കേരളത്തിൽ എത്തി എന്ന പരാമർശം. തീർച്ചയായും ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. മാത്രമല്ല അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് നൽകി. രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നിശ്ചയിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് ഭരണകാലത്ത് ലോകത്തിന് മുന്നിൽ ഭാരതം ഒരു ദുർബല രാജ്യമായിരുന്നു. ഇന്ന് ലോകത്തിന് മുന്നിൽ ശക്തമായ രാജ്യമായാണ് ഇന്ത്യ നിലനിൽക്കുന്നതെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി. എന്തായാലും മോദി രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് തിരികെ വരേണ്ടതുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോദി പറഞ്ഞത് അദ്ദേഹം സ്വന്തം സീറ്റിൽ നിൽക്കാതെ കേരളത്തിലേക്ക് വന്നു എന്നാണ്. അതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ജയിക്കാൻ വേണ്ടി കോൺഗ്രസ് നിരോധിത സംഘടനയുമായി കൈകോർക്കും എന്നതായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പേര് പരാമർശിക്കാതെ തന്നെയാണ് മോദി ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിരോധിത സംഘടനകൾ തിരികെ വരും എന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടി ഇതിന് പിന്നിലുണ്ട്. പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ നേരിട്ടുള്ള ആക്രമണങ്ങൾ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് മോദി പേര് പറയാതെ ഇത്തരത്തിലുള്ള സൂചനകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. നമുക്കറിയാം, എൻഡിഎയുടെ ഭരണകാലത്താണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത്. പിന്നീട് ഈ നിരോധനം നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ആവശ്യങ്ങൾ, ചെറിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വന്നു എങ്കിൽ പോലും ഒരിക്കലും എൻഡിഎയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ അമിത്ഷായുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു നടപടി ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ മോദി പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക കോൺഗ്രസ് തിരികെ ഭരണത്തിൽ വരികയാണ് എങ്കിൽ, കോൺഗ്രസ് ആണ് ഇനി രാജ്യത്ത് അധികാരം പിടിക്കുന്നതെങ്കിൽ തീർച്ചയായും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടക്കമുള്ള മിക്ക നിരോധിത സംഘടനകളും തിരികെ വരും എന്നത് തന്നെയാണ്. തീർച്ചയായും അദ്ദേഹം ഇതിന് പിന്നിൽ നിരവധി കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംഘടനകളൊക്കെ നിരോധിച്ചത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ തിരികെ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും രാജ്യം പിന്നാക്കം പോകാൻ പോകുന്നത് എന്ന കാര്യവും നമുക്കറിയാം. ഇതൊക്കെ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മോദി ജനങ്ങളോട് വോട്ട് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ നിരോധിത സംഘടന എന്ന പരാമർശം അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഇടത്ത് അവർക്ക് വലിയ പിന്തുണയുണ്ട് എന്നതൊക്കെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് മോദി പറഞ്ഞിരിക്കുന്നത്. പേരെടുത്തൊരു പരാമർശം നടത്തിയിട്ടില്ല എങ്കിൽ പോലും കാര്യകാരണങ്ങൾ സഹിതമാണ് മോദി ഇത് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.